ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. രാവിലെ എങ്ങോട്ടാണ് യാത്ര എന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് ഒരു എൻഗേജ്മെന്റിനാണ് കേട്ടോ. ജോസാന്റെ ഉപ്പാപ്പന്റെ മോടെ എൻഗേജ്മെന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ ദിവസങ്ങളിൽ നല്ല തിരക്കായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ തിരക്കായിരുന്നു കേട്ടോ. അപ്പൊ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ 100% എനിക്കറിയാം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ചിലരെങ്കിലും ഒന്നുകിൽ വീഡിയോയുടെ താഴെ കമന്റ് ഇടാൻ ചാൻസ് ഉണ്ട്, അല്ലെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇടാൻ ചാൻസ് ഉണ്ട്. എന്റെ ലുക്കും എന്റെ ഈ ഡ്രസ്സും ഒക്കെ കണ്ടിട്ട് ബെൻസി ഇങ്ങനാണോ ഒരു എൻഗേജ്മെന്റിനും അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ ഇങ്ങനാണോ പോന്നെ? കാരണം ഇതിനു മുമ്പുള്ള എന്റെ പല വീഡിയോയിലും എനിക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതേക്കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ കാര്യം, ഒരു വ്ളോഗർ എന്നുള്ള രീതിയിൽ പലരും എക്സ്പെക്ട് ചെയ്യുന്നത് പലതാണ്. അപ്പം എന്റെ റീസണ്, എന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് ഞാൻ പറയാമേ. ഇപ്പോ ഞങ്ങൾ ചെന്ന സമയത്ത് സ്റ്റുഡിയോക്കാര് ഫോട്ടോ എടുപ്പിന്റെ മേളമാണ്. കിടന്നെടുക്കുന്നു, ഇരുന്നെടുക്കുന്നു, നിന്നെടുക്കുന്നു. അപ്പോ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാലേ, എന്നെയും അതിൽ ഒരാളായി അവർ പരിഗണിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര രസം തോന്നി. അപ്പൊ അവര് രണ്ട് മക്കളാണ് കേട്ടോ. ഇതാണ് മോൻ സ്റ്റെഫിൻ, മറ്റേത് സൗമ്യ. നമ്മളും ക്യാമറയും കൊണ്ടൊക്കെ നിൽക്കുന്ന കണ്ടപ്പോഴേ, പിന്നെ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ചെന്നപ്പം ആ മെയിൻ ആയിട്ട് ഫോട്ടോ എടുക്കുന്ന ആള് മനസ്സിലായോ അറിയാമോ എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് പറഞ്ഞത്, പുള്ളിക്കാരൻ ഇവിടെ ഞങ്ങളുടെ വീട്ടില് അച്ചാർ മേടിക്കാൻ വന്നിട്ടുണ്ട്, ആരോ പറഞ്ഞെറിഞ്ഞ് വന്ന് മേടിച്ചതാണ്. അപ്പം ഞാൻ ജോസാന്റെ അടുത്ത് പോയപ്പോ ജോസാൻ പറഞ്ഞു ഞാൻ അകത്തായിരുന്നു, ജോസാൻ ആ സാധനം കൊടുത്തത് ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പൊ ഇവര് അവിടെ പരസ്പരം സംസാരിച്ചപ്പോഴെങ്ങാണ്ട് ഇതുപോലെ പറഞ്ഞു അത് റിലേഷനാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. അതാണ് ചെന്ന ഉടനെ ഹായ് പറഞ്ഞ് പരിചയപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും. ഞാനും ജോസാനും കൂടെ ഉള്ള ഫോട്ടോസ് ഒക്കെ അവരുടെ കയ്യിൽ കുറേ ഉണ്ട്. എൻഗേജ്മെന്റിന്റെ ആയാലും കല്യാണത്തിന്റെ ആയാലും ക്ലിപ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേച്ച് സ്റ്റുഡിയോയിൽ ചെന്നാൽ മതി, തരാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല. എനിക്കൊന്ന് പോയി കുറച്ച് ക്ലിപ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഈ ക്യാമറ എടുക്കുന്നതും മറ്റേതുമായിട്ട് എന്തായാലും വ്യത്യാസം കാണുമല്ലോ. പക്ഷെ ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പൊ കല്യാണത്തിന്റെ ഇത്തിരി ക്ലിപ്സ് പോയി എടുക്കണമെന്ന് വിചാരിക്കുന്നു. കാരണം കൂടുതലൊന്നും എന്റെ കയ്യിലില്ല കല്യാണത്തിന്റെ. അപ്പം ഇപ്പൊ എല്ലാം ഹോളിലാണല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ അധികം റിലേറ്റീവ്സ് ഒന്നുമില്ല കേട്ടോ. ഈ വീടിന്റെ കരിക്കത്ത് തന്നെയാണ്. വീട്ടിൽ നിന്ന് ഒരു 2-3 മിനിറ്റ് അത്രേ ഉള്ളൂ ഹോളിലേക്ക് യാത്ര. അപ്പൊ റിലേറ്റീവ്സ് എല്ലാം അവിടെ ഹോളിൽ തന്നെയാ വന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ബെൻസി എന്താണ് ഇത്ര സിമ്പിൾ ആയിട്ട് പോകുന്നത്? പൊതുവെ വ്ളോഗർമാരൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ എനിക്കറിയാം അവരുടെ വീഡിയോയുടെ താഴെ കമന്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ ഇടാമോ, അല്ലെ മേക്കപ്പ് വീഡിയോസ് ചെയ്യാമോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്റെ അടുത്ത് നിങ്ങൾക്ക് ആർക്കും ഇതൊന്നുമേ ചോദിക്കാൻ കാണത്തില്ല. കാരണം ഞാൻ എവിടെ പോയാലും എന്റെ മുഖത്ത് ഒരു പൗഡർ പോയിട്ട്, ഒരു ക്രീം പോയിട്ട്, ഒരു സൺസ്ക്രീൻ ലോഷൻ പോലും ഇടാതെ ജസ്റ്റ് കുളിച്ചിറങ്ങി തോർത്തി ഡ്രസ്സ് മാറി തല ചീകി ഇറങ്ങി 10-15 മിനിറ്റ് കൂടിപ്പോയാൽ ഇത്രേ സമയമുള്ളൂ എന്റെ ഒരുക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് അറിയാമോ? ആരെവിടെ വെച്ച് എന്നെ കണ്ടാലും എനിക്കൊരു പ്രോബ്ലവും ഇല്ല. അയ്യോ, ഞാൻ മേക്കപ്പ് ഇട്ടില്ലേ, എന്റെ ഫേസ് കണ്ട ആർക്ക് എന്ത് തോന്നുന്നു, അങ്ങനെയുള്ള ഒരു ചിന്തയും എനിക്കില്ല കേട്ടോ. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പലരല്ലേ നമ്മുടെ വീട്ടിൽ വരുന്നത്, നിപ്പിച്ച് പലരും അറിയിക്കാതെ വരുന്നവരുണ്ട്. മുമ്പിൽ പോലും പോയി നിൽക്കാൻ എനിക്ക് ഒരു നാണംകേടുമില്ല. കാരണം ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. എന്ന് വെച്ച് മേക്കപ്പ് ഇടുന്നതിനോടോ ഒരുങ്ങുന്നതിനോടോ ഒന്നും ഒരു വിരോധമൊന്നും എനിക്കില്ലേ. അത് കേട്ടിട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കില്ല. നിങ്ങൾ വിചാരിക്കും ബെറ്റ്സി ഇതിനൊക്കെ എതിരാണെന്ന്. ഒരിക്കലും അല്ല. ഞാൻ തന്നെ നമ്മുടെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മടിയാണോ? ഇഷ്ടക്കേടില്ല. പക്ഷെ മടിയെന്ന് തന്നെ പറയാം. ഇതൊക്കെ യൂസ് ചെയ്യുന്ന എന്തിനാ സമയം കളയുന്നേ, അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഓവർ മേക്കപ്പ് ഇട്ട് മാട്ടക്കോട്ട രീതിയിലൊന്നും പോകണമെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ ബോഡി ലോഷൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ കുളിച്ച ശേഷം ഫുഡ് ക്രീം യൂസ് ചെയ്യാറുണ്ട്.
പെർഫ്യൂം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്റെ ഫേസിൽ അനാവശ്യമായിട്ട് ഒന്നും ഞാൻ ചെയ്യാറില്ല. ആകെ യൂസ് ചെയ്തിട്ടുള്ളത് എലമെന്റ്സിന്റെ ക്രീമും ഫേസ് വാഷുമാണ്. ഏകദേശം ഒരു വർഷത്തോളം കണ്ടിന്യൂസ് അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ മടിയാ. പിന്നെ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണല്ലോ നമ്മൾ റിലേറ്റീവ്സിനെ പലരെയും കണ്ടിട്ടില്ലാത്തവരെ കാണുന്നത്. അങ്ങനെ ജോസാന്റെ കുറച്ച് റിലേറ്റീവ്സിനെയും അവിടെ വെച്ച് കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് പലരെയും കാണുന്നത്. ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് ജെറിൻ. ഇപ്പൊ പേര് മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഒരാൾ സൗമ്യ. ഇവർ രണ്ടുമാണല്ലോ ഇന്നത്തെ പ്രധാനപ്പെട്ട ആളുകൾ. ജെറിൻ കൊല്ലം ജില്ലയിൽ തന്നെ മുഖത്തലയാണ്. ഇതുവഴി കടന്നു വന്നിരിക്കുന്ന ഏവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വം. ആദ്യം ദൈവത്തിന് തന്നെ ഞാൻ നന്ദി പറയുന്നു. ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹാലോചനയുടെ ആരംഭം മുതൽ ഇപ്പൊ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു. അധികം സമയമൊന്നും ഇല്ലല്ലോ. അപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്റെ മനസ്സിലൊരിതുണ്ടായിരുന്നു, ഒത്തിരി ലോങ് ആക്കാതെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഒരു വീഡിയോ അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ അതിനുശേഷം ഫോട്ടോ എടുപ്പാണ്. അറിയാലോ, ഫോട്ടോഗ്രാഫർമാര് ചെറുക്കനെയും പെണ്ണിനെയും ഒന്ന് വിട്ടു തരണമെങ്കിൽ കുറെ സമയം എടുക്കും. അപ്പൊ ഈ സമയം കൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഓരോ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ജോസാന് ഭയങ്കര ചെളുപ്പമാണ്, അതിന് നിന്ന് തരത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ജോസ ഈ ഇങ്ങനെയുള്ള സമയത്തൊക്കെ അല്ലേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ, മീൻസ് നമ്മുടെ ക്യാമറയിൽ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പല റിലേറ്റീവ്സിനെ നമ്മൾ ഈ ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾക്കാണ് കാണുന്നതും സംസാരിക്കുന്നതും. ജോസാന്റെ പല റിലേറ്റീവ്സിനെയും ഞാൻ ഈ കല്യാണത്തിനാണ് ആദ്യമായിട്ട് കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ കേട്ടോ. കാരണം കല്യാണം കഴിഞ്ഞ് അങ്ങ് ബോംബെയിലായിരുന്നല്ലോ. അതിനുശേഷം കോവിഡ് സമയത്താണ് വന്നത്. അതിനുശേഷം പിന്നെ പുറത്തോട്ടൊന്നും അങ്ങനെ അധികം പോയിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പരസ്പരം കാണുന്നത്. ഇതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, രായിച്ചാൻ, ജോസാന്റെ അമ്മാച്ചൻ. അപ്പം അവിടെ പോയിട്ട് തന്നെ മാസങ്ങളായി കേട്ടോ. ഇടയ്ക്ക് എനിക്ക് ആരൊക്കെയോ കമന്റ് ഇട്ട് ചോദിച്ചിരുന്നു, അമ്മാച്ചന്റെ വീട്ടിലോട്ടൊന്നും പോവാറില്ലേന്ന്. ഈ തിരക്കുകൾ കാരണമാണ് പോകാൻ പറ്റാത്തത്. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാല്, ഇവിടെയും നമ്മളെ അറിയാവുന്നവരുണ്ടായിരുന്നു. കുറെ പേര് വന്ന് ചോദിച്ചു, വിൻസിയല്ലേ വ്ളോഗ് കാണാറുണ്ട്. അതുപോലെ തന്നെ കല്യാണത്തിന് ചെന്നപ്പോഴും അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എവിടെ ചെന്നാലും നമ്മളെ തിരിച്ചറിയാവുന്ന ചുരുക്കം അല്ലെ ഒരാളെങ്കിലും ഉണ്ട്. അതാണ് ഭയങ്കര സന്തോഷം. ഇതാണ് രണ്ട് കൂട്ടരുടെയും സ്റ്റുഡിയോയിലുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ അവരുടെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കുന്നതല്ലേ, അപ്പൊ നിങ്ങളുടെ ഫോട്ടോസിന് ഞാൻ എടുക്കാം. അങ്ങനെ പറഞ്ഞതിനാണ് അവിടെ പാത്രം പ്ലേറ്റ് വെച്ച് മുഖമൊക്കെ മറച്ചിരിക്കുന്നത്. പാവം പിള്ളേരാണ് കേട്ടോ. അവരുടെ സൈഡിൽ നിന്ന് വന്ന പിള്ളേരാണെങ്കിൽ നല്ല പാവം പിള്ളേരാണ്. നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ നമ്മൾ എവിടെ ക്യാമറയും കൊണ്ട് നിന്നാലും ഇപ്പൊ എല്ലാവർക്കും അറിയാം ഈ വ്ളോഗിങ്ങിനെ കുറിച്ച്. എല്ലാവരും ചോദിക്കുന്നത് വ്ളോഗർ ആണോ, ഏത് ടൈപ്പ് വീഡിയോസ് ആണ് ഇടുന്നത്, ചാനലിന്റെ പേരെന്താണ്, എല്ലാവരും വന്ന് ഇങ്ങോട്ട് ചോദിക്കും ഇത് കാണുന്ന ഉടനെ. നമ്മൾ ഫുഡിന്റെ വീഡിയോ എടുത്തപ്പോഴാണെങ്കിൽ പോലും ഫുഡിന്റെ സെർവ് ചെയ്യുന്നവരാണെങ്കിലും വ്ളോഗാണോ എന്ന് ചോദിച്ചു. അപ്പോ അതും ഒരു എന്താണ്, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ചളുപ്പാണ്. ഇതുവരെ എന്റെ ആ ഒരു സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. അതൊന്ന് മാറ്റം വന്നിരുന്നുവെങ്കിൽ എനിക്കറിയത്തില്ല, എന്തോരം വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടേനെയാണ്. കാരണം ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും എന്തെല്ലാം വീഡിയോസ് എടുക്കാൻ പറ്റും. പക്ഷെ എന്റെ ആ സ്വഭാവത്തിന് ഇതുവരെയും മാറ്റം വന്നിട്ടില്ല. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ രാത്രിയായി കേട്ടോ. കാരണം സ്റ്റുഡിയോക്കാര് വിട്ടു തന്നെങ്കിലല്ലേ നമുക്ക് ഇവരെ കൊണ്ട് വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ, അയ്യോ പയ്യന്റെ പേര് പറഞ്ഞോ, ഞാൻ ജെറിൻ, ജെറിൻ സൗമ്യ, ഇങ്ങനെയാണ് രണ്ടുപേരുടെയും പേര്. ഇല്ലേ, കുറുക്കന്റെ കണ്ണ്
എവിടെ ചെന്നാലും കോഴിക്കൂട്ടിലാണെന്ന് പറയുന്ന കണക്ക് എന്റെ കണ്ണ് അവിടെ ചെന്നപ്പോഴും ദാ ഇതിലോട്ടൊക്കെയാണ് പോയത്. മനസ്സിലായോ? അകത്തിച്ചീര എന്ന് പറയും, അഗസ്ത്യച്ചീര എന്ന് പറയും, ഔഷധച്ചീരയാണ്. ഇതിന്റെ വെള്ളയുണ്ട്, ചുമപ്പുമുണ്ട്. ഇതിന്റെ പൂവ് തോരൻ വെക്കാൻ നല്ലതാണ്, തളിരിലയും തോരൻ വെക്കാൻ നല്ലതാണ്. അവിടെ ഒന്നും ആർക്കും ഇത് വേണ്ടാന്ന് തോന്നുന്നു. ഹോളിന്റെ അവരുടെ സ്ഥലത്ത് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ചിന്തിക്കുമായിരുന്നു, ദൈവമേ അടുത്തെങ്ങാണാണ് വീടെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കുറച്ച് തോരൻ വെച്ചേനേന്ന്. പിന്നെ ഞാൻ കാണിച്ച ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, കല്യാണമൊക്കെ അല്ലേ വരുന്നേ, മുടി ഒന്ന് ഷേപ്പ് ചെയ്യാം. കാരണം ഒരു വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു ഒന്ന് ഷേപ്പ് ചെയ്തിട്ട്. അങ്ങനെ ഒരു പാർലർ, ഇപ്പൊ എപ്പോഴും പോകുന്ന പാർലർ തന്നെയാണ്. അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞായിരുന്നു, ഒത്തിരി അങ്ങ് ഷോർട്ട് ആക്കണ്ട, എന്നാൽ കാണാൻ നല്ലൊരു ഭംഗിയും വേണം, ആ രീതി ചെയ്താൽ മതിയെന്ന്. വെട്ടി വന്നപ്പം നല്ല രീതിയിൽ അങ്ങ് ഷോർട്ടായി പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയായി പോയി കേട്ടോ. കാരണം നമുക്ക് വെച്ച് പിടിപ്പിക്കാനും പറ്റത്തില്ല, മുടിയല്ലേ, എന്തായാലും വളരാൻ സമയവും എടുക്കും. ഇപ്പൊ ഈ അഴിച്ചിട്ട് ശീലമില്ലാത്തത് കൊണ്ട് എനിക്ക് അഴിച്ചിടുമ്പോൾ ഒരു വല്ലാണ്ടാണ്. കാരണം ബോംബെ വെച്ച് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ ഇടാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നാട്ടിൽ വന്നേ പിന്നെ അങ്ങനെ ഇടാറേ ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ആകെ ഒരു വല്ലാത്ത ഒരു ശ്വാസം മുട്ടലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇച്ചിരി കൂടെ ഒക്കെ വളർന്നു. ഇത് വെട്ടി ആ സമയമാകുമ്പോ നമുക്കൊരു വല്ലാത്ത ഒരു ഇതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള്. ഞാൻ കല്യാണത്തിന്റെയും എൻഗേജ്മെന്റിന്റെയും കൂടെ ഒരുമിച്ച് ഒറ്റ വീഡിയോ ആക്കാന്നാ വിചാരിച്ചത്. പക്ഷേ ഒത്തിരി വലുതായി പോകും. അപ്പൊ കല്യാണത്തിന്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കല്യാണത്തിന് പിന്നെ കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുതേ. ബൈ, ഗോഡ് ബ്ലെസ് യു.